8 വയസ്സുകാരനായ സ്കൂൾ വിദ്യാർത്ഥിയെ പെരുവഴിയിൽ പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. കാസർഗോഡ് കല്യാട് സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി ഭഗതാണ് കൊല്ലപ്പെട്ടത്. അക്രമി കണ്ണോത്ത് സ്വദേശി വിജയനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ആളാണെന്ന് പോലീസ് പറയുന്നു. ഇന്ന് രാവിലെ 9:30 മണിയോടെയാണ് കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ കല്യോട്ട് ഗ്രാമത്തിൽ നാടിനെ നടുക്കിയ അക്രമ സംഭവം ഉണ്ടായത്. അമ്പലത്തറ കണ്ണോത്ത് സ്വദേശി അംബാസിന്റെ മകൻ 8 വയസ്സുകാരൻ ഫഹദ് സഹപാഠികൾക്കൊപ്പം കല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുമ്പോൾ പിന്തുടർന്നു വന്ന അക്രമി മറ്റു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി അകറ്റിയ ശേഷം വെട്ടുകത്തികൊണ്ട് പിൻകഴുത്തിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഫഹദിന്റെ സമീപവാസിയും BJP പ്രവർത്തകനുമായ കണ്ണോത്തെ വിജയനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ളയാളാണെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ AS ശ്രീനിവാസ് പറഞ്ഞു. ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെ ഒരു മാനസികാസ്വസ്ഥയുള്ള ആൾ കുത്തിയതായി വിവരം കിട്ടി. പോലീസ് സംഭവ സ്ഥലത്തെത്തി അവർ മാനസികാസ്വസ്ഥ ആളിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർന്വേഷണം തുടങ്ങുന്നുണ്ട്. എന്താണ് കാരണം, ആൾ മാനസികാസ്വസ്ഥയുള്ള ആളാണ്, ആൾക്ക് എന്ത് പ്രശ്നമുണ്ട്, എന്തിനെങ്ങനെ ആയിരുന്നു, മൊത്തം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഹോസ്ദുർഗ് CA നേതൃത്വത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം തുടരുന്നതാണ്. കൊല്ലപ്പെട്ട ഫഹദിന്റെ പിതാവ് അംബാസ് CPIM അംഗവും പ്രവർത്തകനുമാണ്. മുമ്പും അക്രമ സംഭവങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് പ്രതി വിജയൻ. ഇയാൾ 8 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തുവാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. തീവ്രവാദ സ്വഭാവമുള്ളയാളാണ് പ്രതിയെന്നും നാട്ടുകാർക്ക് അഭിപ്രായമുണ്ട്. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. അരിങ്കൊലയിൽ പ്രതിഷേധിച്ച് CPIM പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഇന്ന് വൈകിട്ട് 6 വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൂവാറ്റുപുഴയ്ക്ക് സമീപം പുത്തൻകുരിശിൽ സ്കൂൾ ബസിന്റെ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റി. സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന കുട്ടികളുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. മർദ്ദിക്കുന്നത് കണ്ടില്ലെന്ന് മൊഴി നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായി വിദ്യാർത്ഥികൾ പറയുന്നു. പോലീസ് വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ ബസ് ഡ്രൈവറെ പുത്തൻകുരിശ് പോലീസ് വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. ചെവിക്ക് ഗുരുതരമായി തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ഡ്രൈവർ നിഷാദ് മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവം നേരിൽ കണ്ട വിദ്യാർത്ഥികൾ മൊഴി നൽകാൻ തയ്യാറായതോടെ മർദ്ദിച്ച ASI ജേക്കബിനെതിരെ നടപടി ഉറപ്പായി. ഈ സാഹചര്യത്തിലാണ് പോലീസ് വിദ്യാർത്ഥികളുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിയത്. മൊഴി മാറ്റി പറയണമെന്നാവശ്യപ്പെട്ട് ASI വീട്ടിലെത്തിയതായും ഭീഷണിപ്പെടുത്തിയതായും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി. രാത്രി പോലീസുകാർ വീട്ടിലെത്തി മൊഴി മാറ്റി എഴുതി നിർബന്ധപൂർവ്വം ഒപ്പിട്ട് വാങ്ങിയതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. അമ്മയ്ക്കാകെ പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് എഴുതി ഒപ്പിട്ട് തന്നെ അത്രേ ഉള്ളൂ, എന്ന് വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുക്കാനുണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം അവർ കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് BP കൂടുതലൊക്കെ ഉണ്ടായി. കുട്ടികളെ പലതവണ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ സംഭവങ്ങളുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ ഭീഷണിയും സമ്മർദ്ദവും ഉണ്ടായതായും വിദ്യാർത്ഥികൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇതൊരു വള്ളിക്കെട്ടാവും, ഈ സാധാരണ എന്തോ 2 പേർക്കും കൂടി ഒരു രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചത്. അതുകൊണ്ട് ഞാൻ ഒന്നും കണ്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. സംഭവിച്ചൊന്നും കാണാത്ത രീതിയിൽ അവർക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുകയുള്ളൂ. സംഭവ സമയത്ത് ബസ്സിലില്ലാതിരുന്ന ചില കുട്ടികളെയും പോലീസ് വിളിച്ചു വരുത്തി വ്യാജമൊഴി നൽകാൻ നിർബന്ധിച്ചു. പ്രശ്നം ഉണ്ടാകുമ്പോൾ വണ്ടിയിലുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ലീവായിരുന്നു. പിറ്റേ ദിവസം വന്നു. അന്ന് കോളേജിൽ വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. എൻ്റെ പിറ്റേ ദിവസം ഇന്നലെയാണ് അവർ സ്റ്റേഷനിൽ കോളേജ് ബസ്സിൽ വന്ന് പുത്തുങ്കുരിശിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവർ വന്ന് നമ്പറും ഡീറ്റെയിലും മേടിച്ചുകൊണ്ട് പോയി, അഡ്രസ്സും മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അഡ്രസ്സ് വിളിച്ചു, വീട്ടിലേക്ക് വിളിച്ചു. എന്നിട്ട് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു. പോലീസിന്റെ നിരന്തര പീഡനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചിരിക്കുകയാണ് കുട്ടികളുടെ രക്ഷാകർത്താക്കൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഗുരുവായൂരിൽ റിയാലിറ്റി ഷോ ഫൈനലിസ്റ്റായ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ തൃശൂരും എറണാകുളത്തും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. വിവാഹ വാഗ്ദാനം നൽകിയാണ് നൃത്ത പരിശീലനത്തിനെത്തിയ 16-കാരിയെ പീഡനത്തിനിരയാക്കിയത്. നൃത്ത പരിശീലകന്റെയും സഹായിയുടെയും ഭാര്യമാരുടെ അറിവോടെയാണ് പീഡനം നടന്നതെന്നും പോലീസ് പറയുന്നു. സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ നൃത്ത പരിപാടിക്കായി തൃശൂരിലെ ഡാൻസ് സ്കൂളിൽ പരിശീലനത്തിനെത്തിയ വടക്കാഞ്ചേരി സ്വദേശിനിയായ പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത്. നൃത്തവിദ്യാലയത്തിലെ പരിശീലകൻ അഞ്ചങ്ങാടി സ്വദേശി സൈനുൽ ആബിദ് എന്ന ഷാനി മാസ്റ്റർ പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയുമായിരുന്നു. റിയാലിറ്റി ഷോയുടെ ആദ്യഘട്ടം മുതൽ പരിശീലനത്തിയ പെൺകുട്ടി ഫൈനൽ റൗണ്ടിലേക്ക് കടന്നതോടെ കൂടുതൽ സമയം ക്ലാസ് എടുക്കണമെന്ന് വീട്ടുകാരെ ധരിപ്പിച്ചാണ് പീഡനം നടത്തിയത്. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയെ തുടർന്ന് അറസ്റ്റിലായ ഷാനി മാസ്റ്റർ, സഹായി ഷെരീഫ് എന്നിവരെ പീഡനം നടന്ന എറണാകുളത്തെ ഹോട്ടൽ മുറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂരിലെ നൃത്തവിദ്യാലയത്തിലെത്തിച്ചും ഇവരെ ചോദ്യം ചെയ്തു. തെളിവെടുപ്പിനിടെ പെൺകുട്ടിയെ ഷാനി മാസ്റ്ററുടെ വീട്ടിലെത്തിച്ചും പീഡിപ്പിച്ചതായി വ്യക്തമായി. സഹായി ഷെരീഫിന്റെ വീടും പീഡനത്തിന് ഉപയോഗിച്ചിരുന്നു. ഇരുവരുടെയും ഭാര്യമാരുടെ അറിവോടെയായിരുന്നു പീഡനം നടന്നത്. ഇവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും യുവതികളും ഒളിവിലാണ്. ഷാനിമാഷിനൊപ്പം വീട്ടിലെത്തിയ കുട്ടിയെ അശ്ലീല ചിത്രങ്ങൾ കാണിച്ച് വശീകരിക്കാൻ ശ്രമിച്ചതായും പിടിയിലായ ഷെരീഫ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുമെന്നാണ് സൂചന.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആനക്കൊമ്പ് വേട്ടയുടെ അന്വേഷണം ആഭ്യന്തര വകുപ്പ് അട്ടിമറിക്കുന്നു. വനംവകുപ്പ് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും കേസിൽ സൈബർ സെല്ലിന്റെ സഹായം ലഭ്യമായില്ല. സൈബർ സെല്ലിന്റെ സഹായം നൽകാത്തതിന് പിന്നിൽ ഭരണകക്ഷിയിലെ ചില നേതാക്കൾക്ക് പ്രതികളുമായുള്ള ബന്ധമാണെന്നും സൂചനകളുണ്ട്. ഫലത്തിൽ കേസിന്റെ അന്വേഷണം നിലച്ചിരിക്കുകയാണ്. ഇടമലയാർ ആനവേട്ട കേസിൽ സൈബർ സെൽ സഹായം നൽകുന്നില്ലെന്ന് നേരത്തെയും രേഖകൾ സഹിതം പീപ്പിൾ TV റിപ്പോർട്ട് നൽകിയിരുന്നു. മുഖ്യപ്രതികളടക്കം 5 പേരെ ഇനിയും പിടികിട്ടാനുള്ള കേസിൽ സൈബർ സെല്ലിന്റെ സഹായം തുടരന്വേഷണത്തിന് അത്യന്താപേക്ഷിതവുമാണ്. ഇത് വനംവകുപ്പ് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ആഭ്യന്തര വകുപ്പ് നിരാകരിച്ചു. സോളാർ കേസിൽ ഫോൺ കോളുകളുടെ വിവരങ്ങൾ പുറത്തുവന്നത് സർക്കാരിന് നാണക്കേടുണ്ടാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സെല്ലിന്റെ സേവനം ഇതര വകുപ്പുകൾക്ക് നൽകേണ്ടതില്ലെന്ന് അന്ന് തീരുമാനിച്ചു. ആ സർക്കുലർ മറയാക്കിയാണ് ഇപ്പോൾ ആനവേട്ട കേസിലെ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. മധ്യ കേരളത്തിലെയും തിരുവനന്തപുരത്തെയും ചില കോൺഗ്രസ് നേതാക്കൾക്ക് ആനവേട്ട കേസുമായി ബന്ധമുള്ളതായി വാർത്തകളുണ്ടായിരുന്നു. ഫോൺ വിവരങ്ങൾ കൂടി പുറത്തായാൽ മറ്റൊരാരോപണം കൂടി സർക്കാരിനെതിരെ ഉണ്ടാകുമെന്നതിനാൽ ആലോചിച്ചു മതി നടപടിയെന്നാണ് കിട്ടിയിരിക്കുന്ന രഹസ്യ നിർദ്ദേശം. സൈബർ സെൽ സഹായമില്ലാതെ പ്രതികളെ പിന്തുടരാനാവില്ല. പ്രതികളുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വരെ പുറത്തുവന്ന സാഹചര്യത്തിൽ അന്വേഷണം ഇനിയും വൈകിയാൽ ഇവർ രക്ഷപ്പെടാനാണ് സാധ്യത. അതോടൊപ്പം സാഹചര്യ തെളിവുകൾ കൂടി കേസിൽ ഇല്ലാതാകും. 2 വർഷത്തോളം കൊണ്ട് 20-ലധികം ആനകളെ വകവരുത്തിയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരം. ഉന്നതരെ സഹായമില്ലാതെ ഇത്തരമൊരു ഇടപാട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് വ്യക്തവുമാണ്. പ്രതികളും ഇടപാടുകാരുടെയും ഫോൺ നമ്പറുകൾ അടക്കം ലഭിച്ചിട്ടും കഴിഞ്ഞ ഒരാഴ്ചയായി കാര്യമായി ഒന്നും ചെയ്യാൻ വനം വകുപ്പിനും കഴിഞ്ഞിട്ടില്ല. 5 ആനകളുടെ അവശിഷ്ടമേ തെരച്ചിലിൽ കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. കാര്യങ്ങൾ ഇത്രത്തോളം എത്തി നിൽക്കെയാണ് കേസിൽ മുന്നോട്ട് പോകണമെങ്കിൽ പ്രതികളുടെ അറസ്റ്റ് മതിയാകൂ എന്ന വനം വകുപ്പിന്റെ ആവശ്യത്തോട് ആഭ്യന്തര വകുപ്പ് മുഖം തിരിക്കുന്നത്. ഇത് കേസ് അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. ഡാനി പോൾ, കൊച്ചി. പത്തനംതിട്ട കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ പട്ടികജാതിക്കാരിയായ 16-കാരി പെൺകുട്ടിക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റതായി പരാതി. മോഷണക്കുറ്റം ആരോപിച്ചാണ് പോലീസ് ബുദ്ധിമാന്യമുള്ള പെൺകുട്ടിയെ തല്ലിച്ചതച്ചത്. പോലീസ് മർദ്ദനത്തിൽ പെൺകുട്ടിയുടെ കർണപടം തകർന്നു. പോലീസ് മർദ്ദനത്തിൽ മാനസിക നില തകരാറായ പെൺകുട്ടി ചികിത്സയിലാണ്. ഈ മാസം 3-ാം തീയതിയാണ് തട്ട അടൂർ സ്വദേശി സഞ്ജുവിന്റെ പരാതിയെ തുടർന്ന് ബുദ്ധിമാന്ദ്യമുള്ള 16-കാരിയെ കൊടുമൺ SI സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സ്റ്റേഷനിലേക്ക് SI വിളിച്ചു വരുത്തിയത്. തുടർന്ന് സ്റ്റേഷനിൽ ഡ്യൂട്ടിയുണ്ടായിരുന്ന 2 പോലീസുകാരും 2 വനിതാ പോലീസുകാരികളും ചേർന്നാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതിക്കാരി പറയുന്നത്. 6 മണിക്കൂർ എന്തിനടിക്കുകയാണ്, എനിക്ക് സമയമൊന്നും അറിയത്തില്ല. 6 മണി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ എന്നെ കയറ്റിയത്. പിന്നെ 8:30 കഴിഞ്ഞ് എന്നെ അതിൻ്റെ അകത്ത് നിറക്കിയപ്പോൾ സത്യം പറയിപ്പിക്കാൻ ചൂരൽ കൊണ്ട് തന്നെ ശരീരമാസകലം അടിക്കുകയും ചെകിടത്ത് അടിക്കുകയും ചെയ്തതായി പെൺകുട്ടി പറഞ്ഞു. അടിയുടെ ആഘാതത്തിൽ കാതിലണിഞ്ഞിരുന്ന കമ്മൽ ഇളകി തെറിച്ചു പോകുകയും ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ച പെൺകുട്ടിയെ വീട്ടുകാരാണ് അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. പെൺകുട്ടി മോഷ്ടിച്ചതായി പറയപ്പെടുന്ന സ്വർണം പരാതിക്കാരന്റെ സഹോദരിയാണ് എടുത്തതെന്ന് പരാതിക്കാരൻ തന്നെ അടൂർ ഡിവൈഎസ്പിയെ അറിയിച്ചിട്ടുമുണ്ട്. സംഭവം വിവാദമായതോടെ കുട്ടിയെ മർദ്ദിച്ച വിഷയം പുറത്തു പറഞ്ഞാൽ കള്ളക്കേസിൽ കുടുക്കുമെന്ന ഭീഷണിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് പേരാമ്പ്രയിൽ ദമ്പതികളെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് വിനിഷ വൃന്ദാവൻ ചേരുകയാണ്. വിനിഷ, എന്താണ് സംഭവിച്ചത്, എപ്പോഴാണ് സംഭവിച്ചത്, വിവരങ്ങൾ? ജോർജറ്റ്, അല്പസമയം മുമ്പാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ ഒരു വീട്ടിൽ ദമ്പതികളെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ മോഷണ ശ്രമമാണെന്നാണ് സംശയിക്കുന്നത്. മോഷണത്തിനായി എത്തിയ മോഷ്ടാവ് മോഷണ ശ്രമത്തിനിടെ 2 പേരെയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷിയായ അയൽവാസിയുടെ മൊഴിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അയൽവാസിക്കും വെട്ടേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ പേരാമ്പ്രയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. മോഷണ ശ്രമത്തിനിടെയാണ് ദമ്പതികൾക്ക് വെട്ടേറ്റത് എന്നാണ് പോലീസും പ്രാഥമികമായി നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. എളേച്ചിൽ വീട്ടിൽ ബാലൻ, ഭാര്യ ശാന്ത എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവർ 2 പേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഏകദേശം അരമണിക്കൂർ മുൻപായിരുന്നു സംഭവം. ഇവരെ കൂടാതെ 2 മക്കൾ, ബാലന്റെയും ശാന്തയുടെയും മക്കൾ 2 പേരും ഗൾഫിലാണ്. ബാലനും ഭാര്യ ശാന്തയും മാത്രമേ വീട്ടിലുണ്ടാകാറുള്ളൂ. ഏകദേശം അരമണിക്കൂർ മുൻപായിരുന്നു സംഭവം. മോഷണ ശ്രമത്തിനിടെയാണ് അയൽവാസിക്കും വെട്ടേറ്റു എന്ന് പറയുന്നു. അയൽവാസിക്കും വെട്ടേൽക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ജോർജറ്റ്, മോഷണ ശ്രമത്തിനിടെ മോഷ്ടാവിൽ നിന്നും വെട്ടേൽക്കുമ്പോൾ അടുത്തുള്ള വീട്ടിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്നാണ് അയൽവാസി ബാലന്റെയും ശാന്തയുടെയും വീട്ടിലെത്തിയപ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബാലനെയും ശാന്തയുമാണ് കാണാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ പരിക്കേറ്റ്
പേരാമ്പ്ര സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഇവരുടെ അയൽവാസിയുടെ മൊഴി. ഇദ്ദേഹത്തെയും ഗുരുതര പരിക്കേറ്റ് ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ കൂടുതലായൊന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന് ഇദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച മറ്റ് സ്ഥലവാസികൾ പറഞ്ഞ വിവരം മാത്രമാണ് ഇത്. വെറും പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണിത്. രണ്ടുപേരെയും വെട്ടേറ്റ നിലയിലാണ് ഇദ്ദേഹം ആ വീട്ടിലെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം ഇദ്ദേഹം സ്ഥലവാസികളോട് സ്ഥിരീകരിച്ച ഒരു കാര്യം മാത്രമാണ്. പോലീസിന് ഇക്കാര്യത്തിൽ യാതൊരുവിധ സ്ഥിരീകരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസ് സ്ഥലത്ത് ഇക്കാര്യം നമുക്ക് അങ്ങനെ തന്നെ ചിന്തിക്കാവോ? മോഷണ ശ്രമത്തിനിടെയാണ് ഈ കൊലപാതകം നടന്നത് എന്ന തരത്തിൽ നമുക്ക് ചിന്തിക്കാമോ? അതോ അതിനപ്പുറത്തുള്ള എന്തെങ്കിലും ഒരു ദുരൂഹതകൾ സംശയിക്കുന്നുണ്ടോ? നിലവിൽ ഒരു ദുരൂഹതയുടെ കാര്യമില്ല എന്നാണ് സ്ഥലവാസികളുമായി നമ്മൾ ബന്ധപ്പെടാൻ കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്നത്. നാട്ടുകാരുമായോ അല്ലെങ്കിൽ അയൽവാസികളുമായോ യാതൊരുവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചു വരികയായിരുന്നു ബാലനും ശാന്തയും. അതിനാൽ തന്നെ അത്തരത്തിൽ ഒരു പ്രശ്നം ഇവർക്കിടയിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു കൊലപാതക ശ്രമത്തിലേക്ക് എത്തിക്കേണ്ടുന്ന തരത്തിൽ ഒരു പ്രശ്നം ഇവർക്ക് മറ്റുള്ളവരുമായി ഇല്ലായിരുന്നു. അത്തരത്തിലൊരു ശത്രുതയോ മറ്റു പ്രശ്നങ്ങളോ ഇവർക്ക് ആരുമായി ഇല്ലായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഏതായാലും കോഴിക്കോട് പേരാമ്പ്രയിൽ ഏകദേശം അരമണിക്കൂർ മുൻപ് വീട്ടിൽ വെട്ടേറ്റ നിലയിൽ ദമ്പതിമാരെ കണ്ടെത്തിയിരിക്കുന്നു. മോഷണ ശ്രമത്തിനിടെയാണ് ദമ്പതിമാർ വെട്ടേറ്റതും മരിക്കാനിടയായതും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ജോർജ്, നന്ദി. ബിനിഷ. സോളാർ കേസിലെ പ്രതി സരിതയെ ആൾമാറാട്ടം നടത്തി ജയിലിലെത്തി കണ്ടത് മുൻ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ PA പ്രദീപ്. അട്ടക്കുളങ്ങര ജയിലിൽ പ്രദീപ് സരിതയെ കാണാനെത്തിയത് സരിതയുടെ അമ്മയോടൊപ്പമാണെന്നും ഗാർഡുമാർ മൊഴി നൽകി. അട്ടക്കുളങ്ങര ജയിൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാളെ സോളാർ കേസ് അന്വേഷിക്കുന്ന കമ്മീഷന് മുൻപാകെ ബോധിപ്പിക്കുമെന്ന് ഗണേഷ് കുമാർ MLA PA പ്രദീപ് കുമാർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് അന്നത്തെ ജയിൽ ഗാർഡ് കമാൻഡർ ശ്രീരാമൻ സരിതയുടെ അമ്മയ്ക്കൊപ്പം അജ്ഞാതനായ വിഗ്ധാരി മതിയായ തിരിച്ചറിയൽ രേഖകളില്ലാതെ സന്ദർശിച്ചതെന്നും ഇതിന് വനിതാ ജയിൽ സൂപ്രണ്ട് നസീറ ബീബി സഹായിച്ചുവെന്നുമായിരുന്നു ശ്രീരാമൻ മൊഴി നൽകിയത്. 2013 ജൂലൈ 27 സരിതയുടെ ബന്ധുവായ ആദർശാണ് അമ്മയ്ക്കൊപ്പം എത്തിയതെന്ന രേഖകളാണ് ജയിൽ സൂപ്രണ്ട് കമ്മീഷന് മുമ്പാകെ ഹാജരാക്കിയിരുന്നത്. എന്നാൽ സരിതയുടെ ബന്ധു ആദർശ് ഇത് നിഷേധിക്കുകയും ശ്രീരാമൻ അജ്ഞാത സന്ദർശകനെ കുറിച്ച് മൊഴി നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സംശയത്തിന്റെ മുനയിലുള്ള ഗണേഷ് കുമാറിന്റെ PA നാളെ കമ്മീഷന് മുൻപാകെ ഹാജരാകുന്നത്. സരിതയെ സന്ദർശിച്ച ഘട്ടത്തിൽ നടന്ന കാര്യങ്ങളും സരിതയെ സാമ്പത്തികമായി സഹായിച്ചവരെ കുറിച്ചും പ്രദീപ് കമ്മീഷന് മൊഴി നൽകും. പത്തനംതിട്ട ജയിലിൽ വെച്ച് സരിത എഴുതിയ 21 പേജുള്ള കത്ത് 3 പേജായി ചുരുങ്ങിയത് അട്ടക്കുളങ്ങര ജയിലിൽ വെച്ചായിരുന്നു. സരിതയെ സഹായിച്ച വ്യക്തികളെക്കുറിച്ച് പ്രദീപ് നൽകുന്ന മൊഴി സോളാർ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമാകുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. വ്യാപം അഴിമതി കേസിൽ നിർണായക മൊഴി നൽകിയ ഒന്നാം സാക്ഷിയും മരിച്ചു. പോലീസ് കോൺസ്റ്റബിൾ സഞ്ജയ് യാദവാണ് മരിച്ചത്. 2 മാസം മുമ്പാണ് സാക്ഷി മരിച്ചതെന്ന് അന്വേഷണ സംഘം കോടതിക്ക് റിപ്പോർട്ട് നൽകി. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ശിവരാജ് സിംഗ് ചൗഹാനുമേൽ സമ്മർദ്ദമേറുകയാണ്. വ്യാപം അഴിമതിയിലൂടെ പോലീസ് റിക്രൂട്ട്മെന്റ് നടന്നതിന് സാക്ഷിയായിരുന്ന പോലീസ് കോൺസ്റ്റബിൾ സഞ്ജയ് യാദവാണ് മരിച്ചത്. മധ്യപ്രദേശ് സർക്കാർ അഴിമതി അന്വേഷിക്കാനായി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് സഞ്ജയ് നിർണായകമായ മൊഴികൾ നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഒന്നാം സാക്ഷിയായി സഞ്ജയ് യാദവിനെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതിക്ക് മുമ്പിൽ മൊഴികൾ ആവർത്തിക്കുന്നതിന് മുമ്പ് സഞ്ജയ് മരണപ്പെട്ടു. 2 മാസം മുമ്പ് സഞ്ജയ് മരിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സഞ്ജയ് യാദവിനെ കൂടാതെ വ്യാപം അഴിമതിയെക്കുറിച്ച് വിവരങ്ങൾ കൈമാറിയ മറ്റൊരു സാക്ഷി ആശിഷ് ചതുർവേദിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. അതേസമയം കേസിൽ കുരുങ്ങിയ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ സംരക്ഷിക്കേണ്ടതില്ലെന്ന് മോദി പക്ഷം തീരുമാനിച്ചു. വിഷയം ചർച്ച ചെയ്യാൻ RSS മുതിർന്ന നേതാവ് ഭയ്യ ജോഷി ദില്ലിയിലെത്തി. ഞായറാഴ്ച RSS ദേശീയ അധ്യക്ഷനുമായി ചൗഹാൻ ഭോപ്പാലിൽ ചർച്ച നടത്തും. അദ്വാനി പക്ഷക്കാരനായ ചൗഹാൻ രാജിവെക്കട്ടെ എന്ന നിലപാടിലാണ് മോദി വിഭാഗം. ദില്ലിയിൽ തമ്പടിക്കുന്ന ചൗഹാൻ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയെങ്കിലും BJP അധ്യക്ഷൻ അമിത്ഷാ അനുവദിച്ചില്ല. അദ്വാനി പക്ഷ നേതാവും വിദേശകാര്യമന്ത്രിയുമായ സുഷമ സ്വരാജുമായി ചൗഹാൻ ചർച്ച നടത്തി. വിദേശ പര്യടനത്തിലായിരിക്കുന്ന മോദിയെ ഫോണിൽ ബന്ധപ്പെടാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശ്രമിച്ചതായാണ് വിവരം. വ്യാപം അഴിമതി അന്വേഷണത്തിനിടെ മരിച്ച മാധ്യമപ്രവർത്തകൻ അക്ഷയുടെ ദില്ലിയിലെ വസതിയിൽ ചൗഹാൻ അപ്രതീക്ഷിത സന്ദർശനം നടത്തി. കുടുംബാംഗങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വ്യാപം കേസിൽ CBI അന്വേഷണത്തിന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ദുരൂഹ മരണങ്ങളടക്കം മുഴുവൻ കേസുകളും CBI അന്വേഷിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടുണ്ടാകും.
ചീഫ് ജസ്റ്റിസ് എച്ച്.എൽ. ദത്തുവിന്റെ ബെഞ്ചാണ് വ്യാപം കേസിൽ നിർണായകമായ വിധി പുറപ്പെടുവിച്ചത്. മധ്യപ്രദേശ് സർക്കാർ സർവീസിലെ നിയമന അഴിമതിയും അതേ തുടർന്നുള്ള ദുരൂഹമായ മരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും തിങ്കളാഴ്ച തന്നെ CBI ഏറ്റെടുക്കണം. അന്വേഷണത്തിന് കോടതി മേൽനോട്ടം വേണമോ എന്ന കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ CBIക്ക് നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്കകം രേഖാമൂലം ഇക്കാര്യം അറിയിക്കണം. കേസ് CBI അന്വേഷിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് മധ്യപ്രദേശിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ മുകുൾ റോഹ്തക്കി അറിയിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയിലേക്ക് മാറ്റിയ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ നടപടിയെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വിമർശിച്ചു. കേസിൽ നിന്നും കൈകഴുകുന്ന ഏർപ്പാടാണ് ഹൈക്കോടതി കൈക്കൊണ്ടത്. നേരത്തെ CBI അന്വേഷണത്തിന് ഹൈക്കോടതിക്ക് ഉത്തരവിടാമായിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി शिवराज सिंह चौहान രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. देखिए, व्यापम एक पहेली बन गया, एक रहस्य बन गया है और इतनी शंकाओं को जन्म देने वाला ये पूरा घोटाला हो गया है कि इसकी उच्च स्तरीय CBI से सुप्रीम कोर्ट की देखरेख में जांच बहुत जरूरी हो गई है ताकि इस रहस्य से और इन शंकाओं से पर्दा उठ सके. വ്യാപം കേസിൽ പ്രതിസ്ഥാനത്തു നിന്ന് നീക്കപ്പെട്ട മധ്യപ്രദേശ് ഗവർണർ രാം നരേഷ് യാദവിനും സംസ്ഥാന സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏതു സാഹചര്യത്തിലാണ് ഗവർണറെ പ്രതിസ്ഥാനത്തു നീക്കിയതെന്ന് സംബന്ധിച്ച് 4 ആഴ്ചയ്ക്കകം വിശദീകരിക്കണം. ജൂലൈ 24-ന് കേസ് വീണ്ടും പരിഗണിക്കും. കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറെ തൽസ്ഥാനത്തു നിന്ന് കേന്ദ്ര സർക്കാർ നീക്കിയേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തര സെക്രട്ടറി NC ഗോയലും അടിയന്തരമായി കൂടിക്കാഴ്ച നടത്തി. വിദേശ പര്യടനം കഴിഞ്ഞ് മോദി തിരിച്ചെത്തിയ ശേഷമായിരിക്കും നടപടി. 15 FIRകളും 26 ചാർജ് ഷീറ്റുകളും വ്യാപം കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സാക്ഷികളും പ്രതികളും അടക്കമുള്ളവർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന കേസുകൾ ഇനിയും ഏറെ രജിസ്റ്റർ ചെയ്യാനുമുണ്ട്. ഇവയെല്ലാമാണ് CBI അന്വേഷിക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലം അച്ചൻകോവിലിൽ ആദിവാസികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റൽ ചോർന്നൊലിക്കുന്നു. 60 വർഷം പഴക്കമുള്ള കെട്ടിടം ഇപ്പോഴും ടാർപോളിൻ കൊണ്ട് മൂടിയ നിലയിലാണ്. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ആ കാഴ്ചകൾ നൽകുന്നു. ഈ സ്ഥിതി തുടങ്ങി 2 വർഷമായി. ആദിവാസി വിഭാഗം കുട്ടികളായതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല. 41 കുട്ടികൾ ശ്വാസം മുട്ടുന്ന സാഹചര്യത്തിൽ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ കഴിയുന്നു. മഴയത്ത് കെട്ടിടത്തിനകത്ത് കുടപിടിക്കുന്ന കുട്ടികളോട് ദയ തോന്നി 2 മാസം മുമ്പ് മാത്രം ചാർജ് എടുത്ത ട്രൈബൽ ഓഫീസറാണ് കെട്ടിടത്തിന് മുകളിൽ ടാർപ്പ വലിച്ച് ആശ്വാസം പകർന്നത്. നിയമസഭയുടെ പട്ടികജാതി സമിതി വന്നിട്ട് പോലും അന്നും ഞങ്ങൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് എടുത്ത് പോവുകയല്ലാതെ നാളിതുവരെയായി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 45ഓളം പിഞ്ചു കുട്ടികൾ 5-10 വയസ്സ് മുതൽ 17 വയസ്സുള്ള പിഞ്ചു കുട്ടികൾ 45 കുട്ടികൾ അധിവസിക്കുന്നുണ്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് വെള്ളമില്ല. വെള്ളം തലച്ചുമടായിട്ട് മോട്ടോർ കംപ്ലൈൻറ്റാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ച് അടിയന്തരമായിട്ട് ആ കുട്ടികളുടെ ഈ മഴയത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഈ ദിവസം സൂചിപ്പിക്കാം. 41 കുട്ടികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. കോടികൾ ആദിവാസി മേഖലയിൽ ചെലവഴിക്കുന്നുവെന്ന് പറയുമ്പോഴും എവിടെ ചെലവഴിച്ചുവെന്ന് ഇതൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോകും. ആദിവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനായി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് ലഭ്യമാക്കുന്നത്. ചുറ്റിനും വെള്ളം, പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്ന് പറയുന്ന അതേ അവസ്ഥയാണ്. പക്ഷെ അച്ചൻകോവിലിൽ നിന്ന് ക്യാമറമാൻ പ്രബോധ് പന്തിയോടിനൊപ്പം രാജ്കുമാർ. കണ്ണൂർ കണ്ണപുരം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയാകാറായിട്ടും കൂലി ലഭിക്കാതെ പട്ടിണിയിൽ കഴിയുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ. ഇതുവരെ അധ്വാനിച്ച ലക്ഷക്കണക്കിന് രൂപ നൽകാതെ കോൺട്രാക്ടറുടെ കബളിപ്പിക്കലിൽപ്പെട്ട് കഴിയുകയാണിവർ. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കഴിഞ്ഞ ഒക്ടോബറിലാണ് ബംഗാളിൽ നിന്നുമുള്ള ഈ തൊഴിലാളികൾ കണ്ണൂർ കണ്ണപുരം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനായി എത്തിയത്. റെയിൽവേയുടെ കീഴിൽ ഹൈദരാബാദ് കേന്ദ്രമായി ചന്ദ്രനഗർ സപ്തപതി ടവറിൽ പ്രവർത്തിക്കുന്ന ഇൻഡിഗാർഡ് എഞ്ചിനീയേഴ്സാണ് 12 തൊഴിലാളികളെ ഇവിടേക്ക് ജോലിക്കായി കൊണ്ടുവന്നത്. മേൽപ്പാലം പണി പൂർത്തിയാകാറായിട്ടും കരാർ പ്രകാരം പറഞ്ഞ തുക നൽകാതെ ഭക്ഷണത്തിന് പോലും പണമില്ലാതെ കഴിയുകയാണിവർ. ഏപ്രിൽ 19 तक काम पूरा बंद रखा है. वो लोग से फोन करने से फोन नहीं उठाता है. खाने के लिए 2000-3000 रुपये ऐसा भेजता था. इधर हम लोग 16 आदमी पड़ा है. फिर वो लोग फोन करने से नहीं उठाता है. CITU പ്രവർത്തകരുടെ കരുണ മാത്രമാണിപ്പോൾ ആശ്രയം. അസുഖബാധിതനായ തൊഴിലാളിക്ക് ചികിത്സിക്കാൻ പോലും പണമില്ല. ചെയ്ത ജോലിക്ക് കൂലി ലഭിക്കാതെ 5 പേർ നാട്ടിലേക്ക് മടങ്ങി. ഭക്ഷണത്തിന് യാതൊരു രക്ഷയില്ല. അതിലടക്ക് തന്നെ അവർ അസുഖം ബാധിച്ച് കിടക്കുന്ന തൊഴിലാളി ഇതിൻ്റെ ഒത്തിരി തവണ അവരോട് ഫോണിൽ കൂടി നിങ്ങൾ വരണം, ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടും യാതൊരു പ്രതികരണവും ഇല്ലാതെ കോൺട്രാക്ടർമാർ അവിടെ തോന്നുന്നത്. പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കാണിച്ചു കൊടുക്കുക. വളരെ നിർദ്ദയമായ പെരുമാറ്റമാണ് ഈ തൊഴിലാളികളോട് കാണിക്കുന്നത്. തൊഴിൽദാതാവായ റെയിൽവേയെ വിശ്വസിച്ച് കോൺട്രാക്ടർമാർക്കൊപ്പം കേരളത്തിലെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദുരവസ്ഥയാണിത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.